50 സെൻറ്റ് സ്ഥലത്ത് 13,000 സ്ക്വയർ ഫീറ്റ് ഒരു കിടിലം വീട് വരുന്നത് പൂക്കാട്ടുപടിയിലാണ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ മനോഹരമായിട്ടുള്ള വീടിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 50 സെൻറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ലോൺ ഏരിയയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ കാർ പോർച്ച് വരുന്നത്. വലിയ കാർ പോർച്ച്, 5 വാഹനമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ കാർ പോർച്ച് നമുക്ക് അവൈലബിൾ ആണ്. ഇത് വീടിൻ്റെ മുൻവശമാണ്. മുൻവശത്തായിട്ട് നമുക്കൊരു ചെറിയ ഗാർഡൻ സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന വഴിയാണിത്. എല്ലാം വളരെ ഗംഭീരമായിട്ടാണ് ഈ വീടിൻ്റെ ഒരുക്കിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കോർട്ട്യാർഡ് സ്പേസിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. വീടിൻ്റെ പുറത്തുള്ള ഒരു കോർട്ട്യാർഡ് സ്പേസാണ് ഇത്. പ്ലാന്റേഷൻ തേക്കിലാണ് ഈ വീടിൻ്റെ വുഡൻ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഇവിടെ ഗസ്റ്റ് ലിവിങ് ഏരിയയാണ്. ഇവിടെ എല്ലാം ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് കാണാം. വളരെ മനോഹരമായിട്ടാണ് ഈ ഏരിയ എല്ലാം ഒരുക്കിയത്. അത് ഒരു ഫാമിലി ലിവിങ് സ്പേസ് ആണ്. ഇവിടെ ഒരു ഊഞ്ഞാലും കൊടുത്തിട്ടുണ്ട്. വലിയ 2 കിച്ചനാണ് ഈ വീടിൻ്റെ പ്രത്യേകത. വളരെ എലഗൻ്റ് ആയിട്ടാണ് കിച്ചൺ ഒരുക്കിയത്. ഈ വീടിന് ഈ ഭാഗത്തായിട്ട് ഒരു സ്വിമ്മിംഗ് പൂളും ഒരുക്കിയിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളിൻ്റെ അടിയിൽ നമുക്ക് കുറച്ച് സൈഡിലൂടെ ബാക്കിലേക്ക് ഇറങ്ങാം. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളും ഒരു സെർവൻ റൂമും ഒരു ഹോം തിയേറ്റർ റൂമുമാണുള്ളത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഇതാണ് ഹോം തിയേറ്റർ റൂം. താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. വിശാലമായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. ഈ ഭാഗത്തു നിന്നാണ് സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. വുഡൻ സ്റ്റെയറുകളാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ സ്റ്റീലും ടഫൻഡ് ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ള അപ്പർ ലിവിങ് സ്പേസ് വളരെ എലഗൻ്റ് ആയിട്ടാണ് അപ്പർ ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എല്ലാം പാർക്ക് വേ ഒരു ബ്രിഡ്ജ് ടൈപ്പിലാണ് നൽകിയിരിക്കുന്നത്. മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമാണിത്. ബെഡ്റൂം വളരെ വിശാലമാണ്. ഈ ഭാഗത്ത് ബാത്റൂം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു കോർട്ട്യാർഡ് സ്പേസ് ഈ കർട്ടൻ ഇങ്ങോട്ട്